Hey guys, നിങ്ങളുടെ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടന്റ് ഒക്കെ അറിയാമെങ്കിലും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, മീൻസ് കൺഫ്യൂഷൻ ആവുകയാണെന്ന് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണത്. പല കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ -3,5 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 2,5 ആൻഡ് -3,6. അതായത് നമുക്കിതിനൊന്ന് വിഷ്വലൈസ് ചെയ്യാം. 2,5 -3,6 ഈ രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, 2,5ഉം -3,6ഉം ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ട്. ആൻഡ് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ലൈനാണ് നമ്മുടെ കഥാനായകൻ. ഇത് ഏതിലൂടെ കടന്നു പോകുന്നുണ്ട്? -3,5ലൂടെ കടന്നു പോകുന്നുണ്ട്. താഴെയുള്ള ഈ ലൈനിനോട് പെർപെൻഡിക്കുലറുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഈ L1 എന്ന് പറയുന്ന ലൈൻ ഇല്ലേ, അതിന്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടന്റ് ആവശ്യമുണ്ട്. അതിനു വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയുടെ ടാൻ വാല്യൂ ആണ്. അതായത് ഇങ്ങനെയാണ് ലൈൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ് ആക്സിസുമായിട്ട് ഒരു തീറ്റ മേക്ക് ചെയ്യുന്നു, അതിന്റെ ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലോപ്പ് സ്മോൾ എം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആംഗിൾ വരുന്ന കേസിലാണ്. ഇനി ഒരു ലൈനിലെ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോപ്പ് എഴുതാം. സ്ലോപ്പ് എന്ന് പറയുന്നത് y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. അത് ഏത് കേസിലാണ്? നമുക്കൊരു പോയിന്റ് തരികയാണ് x1 y1, വേറൊരു പോയിന്റ് തരികയാണ് x2 y2. ഇങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ ഈ ചാപ്റ്ററിലെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ 2 പോയിന്റ്സ് ആർ ഗിവൺ y2 - y1 ബൈ x2 - x1. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് ഒരു L1ഉം ഒരു L2 ഇവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവരുടെ സ്ലോപ്പുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് M1 × M2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. എന്താ മക്കളെ? M1 × M2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആവുന്ന കേസാട്ടോ ഇങ്ങനെ 90 ഡിഗ്രി ഫോം ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ M1നെ നമുക്ക് -1/M2 എന്ന് എഴുതാം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ M2 ഉണ്ടെന്ന് വിചാരിക്കാം, ലൈനുകൾ രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? M2ന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നെഗറ്റീവ് ഇട്ടാൽ മതി. നെഗറ്റീവ് റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, M2 = -1/M1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കണ്ടീഷൻ. സ്ലോപ്പ് കണ്ടുപിടിച്ചു, ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പുകളുടെ റിലേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് കുറേ മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്, അതായത് ഒരു ലൈനിന്റെ മേലെയുള്ള ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എഴുതാൻ പറ്റുന്നത്? എന്താണ്? ഒരു ലൈനിന്റെ മേലെയുള്ള ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? പോയിന്റ് സ്ലോപ്പ് ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ആ ഇക്വേഷൻ എങ്ങനെയാണ് മക്കളെ? y - y0 = m × x - x0. ഇതിനകത്ത് m എന്ന് പറയുന്നത് ഏതാണ്? സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ്. ഈ x0 y0 എന്ന് പറയുന്നതാണ് നമുക്ക് ഗിവൺ പോയിന്റ് ആണ്. നമുക്ക് തരുന്ന പോയിന്റ്, എൻ്റെ മേലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തരുന്നില്ലേ, ആ പോയിന്റ് ആണ്. ക്ലിയർ? ഓക്കെ, ഇത്രയും കണ്ടന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ L1ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ L2ന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലൈനിലെ L2ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. എങ്ങനെയാ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവരുടെ സ്ലോപ്പുകൾ തമ്മിലുള്ള റിലേഷൻ M1 × M2 = -1 എന്നുള്ളതായിരിക്കും. അപ്പോൾ സ്ലോപ്പ് കിട്ടിയില്ലേ? പോയിന്റ് ഓൾറെഡി തന്നില്ലേ? പോയിന്റ് ഓൾറെഡി തന്നതുകൊണ്ട് ഇവിടെയുള്ള പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ. ഓക്കെ, അപ്പോൾ നോക്കാം, ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇവിടുന്ന് ഫസ്റ്റ് വേണ്ട എന്താണ്? സ്ലോപ്പ് ഓഫ് L2, അതായത് M2 ആണ്. M2 എന്ന് പറഞ്ഞാൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇതാണ് ഫോർമുല വരിക അല്ലേ? അപ്പോൾ നോക്കിക്കേ, M2 = ഇവിടെ y2 എന്താണ്? 6 ആണ്, 5. സോ 6 - 5 ഡിവൈഡഡ് ബൈ -3 -2 ദാറ്റ് ഈസ് -1/5. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/5 ആണ്. അപ്പോൾ ഇത് രണ്ടും ലൈൻസ് പെർപെൻഡിക്കുലർ അല്ലേ? L1 പെർപെൻഡിക്കുലർ ടു L2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M1 = -1/M2 എന്ന് കിട്ടും. അതായത് ഇവിടെ കിട്ടിയ വാല്യൂവിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുക. അപ്പം -5 ആവും. പക്ഷെ നെഗറ്റീവ് ഓഫ് -5 എന്താ? +5. സോ ആൻസർ എന്ത് കിട്ടും? 5 ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താ മക്കളെ കിട്ടിയത്? 5. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? സ്ലോപ്പും കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്. ഏതാ? x0 y0 -3
5 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോർമുല അപ്ലൈ ചെയ്യാം. y മൈനസ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു എം എത്രയാ 5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ നോക്കി എക്സ് മൈനസ് എക്സ് നോട്ടാണ്, ഇവിടെ എക്സ് നോട്ട് -3 ആയതുകൊണ്ട് എക്സ് പ്ലസ് 3 എന്ന് വരും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റ്. y മൈനസ് 5 ഇസ് ഈക്വൽ ടു 5x പ്ലസ് 15. ഇത് നമ്മൾ ഏത് ഫോമിലേക്ക് എഴുതണം എന്നറിയോ മക്കളെ? നമുക്കൊരു ജനറൽ ഫോം ഉണ്ട്, അതായത് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഒരു ജനറൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഈ ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കി 5x ഇവിടെ ഉണ്ട്, അപ്പോൾ y ഒന്നിച്ച് എഴുതാം. 5x y ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം -5, ഈ -5നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ +5 ആവും, അതെല്ലാം കൂടെ 20 ആവും, ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. L1ന്റെ ഇക്വേഷൻ 5x മൈനസ് y പ്ലസ് 20 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം, സ്ട്രെയിറ്റ് ലൈൻസിലെ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും.